ചാരവൃത്തിക്ക് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറി എന്നതിന് തെളിവ് ലഭിച്ചു. ബ്ലാക്ക്ഔട്ട് സംബന്ധിച്ച വിവരങ്ങൾ ചോർത്തി നൽകി എന്നും കണ്ടെത്തൽ. ISI ഏജന്റ് അലി ഹസനുമായി ജ്യോതി വാട്സാപ്പിൽ രഹസ്യ സംഭാഷണങ്ങൾ നടത്തിയതായും വിവരങ്ങൾ ലഭിച്ചു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എന്തൊക്കെ തെളിവുകൾ കിട്ടി ജ്യോതിക്കെതിരെ? ഉന്മേഷ്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപും അതിനുശേഷവും പാകിസ്ഥാനിലെ ISI ചാരന്മാരുമായി നിരന്തരം ആശയവിനിമയം ജ്യോതി മൽഹോത്ര നടത്തിയിരുന്നതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള സൈനിക നീക്കങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, തനിക്ക് ലഭ്യമായ മുഴുവൻ വിവരങ്ങളും ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ ചാരന്മാർക്ക്, ISI ചാരന്മാർക്ക് നൽകിയിരുന്നു എന്നാണ് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ ഇന്ത്യയിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്ന പ്രദേശങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും അതത് സമയങ്ങളിൽ ജ്യോതി പാകിസ്ഥാന് കൈമാറിയിരുന്നു എന്നുള്ള വിവരവുമാണ് തെളിവുകൾ സഹിതം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പാക് എംബസിയിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം ചോദ്യം ചെയ്യലിൽ ജ്യോതി സമ്മതിച്ചിട്ടുണ്ട്. ഈ ഡാനിഷിനെ കൂടാതെ അലി ഹസൻ എന്ന ISI ചാരൻ, ISI ഏജന്റുമായി നിരന്തരം വാട്സാപ്പിലൂടെ ജ്യോതി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇരുവരും തമ്മിൽ വളരെ അടുത്ത ബന്ധം, വ്യക്തിപരമായ വിവരങ്ങൾ ഉൾപ്പെടെ സംസാരിക്കുന്ന തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നുവെന്നും ഒപ്പം തന്നെ ഈ സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അലി ഹസനുമായി നടത്തിയ ആശയവിനിമയങ്ങൾ അത് ഒരു കോഡഡ് ഭാഷയിലാണ് ഇവർ തമ്മിൽ സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് എന്നുമാണ് ഈ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ജ്യോതിയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഒന്നിൽ ദുബായിലെ ഒരു അക്കൗണ്ടിൽ നിന്നും വൻതോതിൽ പണം വന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ജ്യോതിയുടെ 4 ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഇവയിൽ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതോടൊപ്പം ജ്യോതി ഉപയോഗിച്ചിരുന്ന 3 മൊബൈൽ ഫോണുകൾ, ഒരു ലാപ്ടോപ്പ് എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ, ഈ കോഡഡ് ഭാഷയിലുള്ള ആശയവിനിമയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കൂടുതൽ തെളിവുകൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ജ്യോതി അടക്കം 12 പേരെയാണ് ഈ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാന് ISI ഏജന്റുമാർക്ക് കൈമാറിയിരിക്കുന്നത് ജ്യോതിയാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഉന്മേഷ്, ബൽറാം, ഇപ്പോൾ ഒരു നിർണായക ഘട്ടമായിരുന്നല്ലോ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാക് സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് ഈ ചാരപ്രവർത്തനം എത്ര നാൾ മുൻപേ ആരംഭിച്ചിരുന്നുവെന്നാണ് ബൽറാം? ഉന്മേഷ്, ജ്യോതി നേരത്തെ തന്നെ പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥരുമായി, പ്രത്യേകിച്ച് ഡൽഹിയിലുള്ള പാക് എംബസിയിലെ ഉദ്യോഗസ്ഥരുമായി വർഷങ്ങളായുള്ള ബന്ധം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ 2 തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. ജ്യോതിയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക്, ഒരു യൂട്യൂബർ എന്നതിനപ്പുറത്തേക്ക് ISIയുടെ, പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുടെ വിവരങ്ങൾ കൈമാറുന്ന ഒരു ചാരയായി ഈ ജ്യോതി പ്രവർത്തിച്ചിരുന്നു എന്നാണ് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. ദീർഘകാലമായുള്ള ബന്ധം ജ്യോതിക്ക് പാക് ചാര സംഘടനയായ ISIയുമായി ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അത് ഈ എംബസിയിലെ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായാണ് ബന്ധം സ്ഥാപിച്ചത് എങ്കിൽ പിന്നീട് ഈ എംബസി ഉദ്യോഗസ്ഥർ വഴി ISIയിലെ ഉദ്യോഗസ്ഥരിലേക്ക്, ചാരന്മാരിലേക്കും ഈ ബന്ധം നീളുകയായിരുന്നുവെന്നും നേരിട്ട് തന്നെ ISI ചാരന്മാർക്ക് ജ്യോതി വിവരങ്ങൾ കൈമാറിയിരുന്നു എന്നുമാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജ്യോതിയുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് നൽകിയിരുന്നത്. ജ്യോതി പാകിസ്ഥാനിലേക്ക് പോയ കാര്യം അറിയില്ലായിരുന്നു എന്ന ഒരു ഘട്ടത്തിൽ മൊഴി നൽകുകയും പിന്നീട് തൻ്റെ വീഡിയോകൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ജ്യോതി പോയത് എന്നുമാണ് പിതാവ് മൊഴി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു ചാരവൃത്തിയായിരുന്നു എന്നതടക്കമുള്ള സംശയങ്ങൾ ഈ വിഷയത്തിൽ പോലീസിനുണ്ട്. പ്രത്യേകിച്ച് ജ്യോതിയുടെ അക്കൗണ്ടിലേക്ക് വൻതോതിൽ തന്നെ ദുബായ് വഴി പണം എത്തി എന്നുള്ളതും ഈ വിഷയത്തിൽ നിർണായകമായ ഒരു വിവരമാണ്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.